ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി കാലമായി നമ്മൾ കണ്ടിട്ട്. ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇസ്രയേലിലാണ്, ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഇത് പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയുള്ള ഓറഞ്ച് മരമാണ്. ഇസ്രയേലിൻ്റെ സ്വന്തം കണ്ടുപിടുത്തമായ ക്യുംക്യാറ്റ്സ്. ഇപ്പോഴിത് സമർത്ഥമായിട്ട് കായകൾ ഉണ്ടായി നിൽക്കുന്ന സമയമാണ്. ഏകദേശം ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേന് പൂവിട്ട് തുടങ്ങും. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ കായകൾ പൂർണ്ണമായിട്ടും തീർന്നു പോകും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ, അത് തണുപ്പ് കാലാവസ്ഥ എന്നത് മാത്രമല്ല, നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഇടയിൽ ഞാനൊരു 3 വ്ലോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വീടുകളിൽ ഇത് വാങ്ങി നട്ട് കായ്കളുള്ള വ്ലോഗുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഗാർഡൻ ഷോ എന്നതിനപ്പുറത്ത് കഴിക്കാനും ടേസ്റ്റാണ്. സാലഡുകൾക്ക്, ജാമുകൾക്ക് ഒക്കെ ആയിട്ട് ഇത് ഇസ്രയേലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മരമാണ്. ഒരു 3 മീറ്റർ ഹൈറ്റേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, നല്ല സമൃദ്ധമായിട്ട് ഈ പ്രാവശ്യം കായകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം അതുപോലെ. ഓരോ വർഷം കഴിയുമ്പോഴും മരത്തിന് മൂപ്പ് കൂടുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ കായകൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത്, ഇതിന് വളരെ കട്ടി കുറഞ്ഞ തോലാണ്. ഈ തോലോടൊപ്പം തന്നെയാണ് ഈ ഓറഞ്ച് കഴിക്കുക. നമ്മളിത് പറിച്ചെടുത്തിട്ട് വാഷ് ചെയ്ത് ഉപ്പ് തൊട്ടിട്ടോ, അല്ലെങ്കിൽ ഉപ്പും നമ്മുടെ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചാലിച്ച് അതിൽ തൊട്ടിട്ട് കഴിക്കും. അതല്ലെങ്കിൽ സാലഡ് ഉപയോഗിക്കുന്ന സമയത്ത് അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ഇസ്രയേലികൾ ഇത് ഓറഞ്ച് ജാമായിട്ട് ഉണ്ടാക്കി സൂക്ഷിക്കാറുമുണ്ട്. നമ്മുടെ വീടുകളിൽ, ഇവിടെയുള്ള വീടുകളിലെല്ലാം, നമ്മുടെ ഹോം കെയറുകളിലെല്ലാം ഉണ്ട് ഈ ഓറഞ്ച് മരം. നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ സമൃദ്ധമായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പലരും പറയാറുണ്ട്, നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന മരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ കായ്ക്കാറില്ല എന്ന്. അങ്ങനെയല്ല, ഈ ഓറഞ്ച് എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. ഒന്ന് വാങ്ങി വെച്ചാൽ ആവശ്യക്കാർക്ക്, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അതല്ലെങ്കിൽ ഗാർഡൻ ഷോ ആയിട്ട് വളരെ മനോഹരമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കണ്ടു നിൽക്കാനൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ എന്നും അതിൻ്റെ ചുവട്ടിൽ പോയത് കാണാറുണ്ട്. അതിൻ്റെ കായ്കൾ പിച്ചി കഴിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഭംഗി കണ്ടു നോക്ക്. പറ്റുന്നവരൊക്കെ വാങ്ങി വെച്ചോളൂ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം വീണ്ടും ആശംസിക്കുന്നു.